നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറവാണെന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സുകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കുറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് പെർഫോമൻസ് കുറയും. കാരണം മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വലിച്ച് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണെന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്പീഡ് കുറയും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കളയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ജിമെയിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ വാട്സപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ക്ലീൻ ചെയ്ത് സ്റ്റോറേജ് ഫ്രീ ആക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഫ്രീ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡ് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് സെറ്റിങ്സ് കൂടെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല സ്പീഡ് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആപ്പൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ആകുകയും എന്താണോ ആ ഒരു ആപ്പിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോരാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് പല ആളുകളും ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഈ മൊബൈൽ ഫോൺ സ്ലോ ആയി കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ പേ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് അത് ലോഡായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി കുറേ സമയം കാത്തിരിക്കണം. സ്കാൻ ചെയ്തതിനു ശേഷം നമ്മൾ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ കുറേ സമയം കാത്തിരിക്കണം. നമ്മുടെ ഫോൺ വളരെ സ്ലോ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഫോണൊന്ന് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന സെറ്റിങ്സ് കൂടെ ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ സ്കാൻ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്കാൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ വൈഫൈ സ്കാനിങ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ഒന്ന് വൈഫൈ സ്കാനിങ്ങും രണ്ടാമത്തെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും. ഇവിടെ നിങ്ങൾക്ക് വൈഫൈ സ്കാനിങ് എന്നുള്ളത് ഓൺ ആയിരിക്കും. ഇതും ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ളത് ഓൺ ആയിരിക്കും. ഇതും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് ഇത് രണ്ടും ഓൺ ആണെന്നുണ്ടെങ്കിൽ വൈഫൈ സ്കാനിങ് ഓരോ സമയവും നമ്മൾ വൈഫൈ ഉപയോഗിക്കാത്ത സമയത്തും വൈഫൈ ഉപയോഗിക്കുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഫോണിങ്ങനെ ഓരോ സെക്കൻഡുകളിലും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. തൊട്ടടുത്ത് ഏതെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ റാം ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറയാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കാര്യം, ബ്ലൂടൂത്ത് നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യും. തൊട്ടടുത്ത് ഏതെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്നിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറയാൻ ഇതൊരു കാരണമാണ്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കും, നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് കുറയാൻ കാരണമാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സും മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് മുകളിൽ നമ്മൾ പ്രിൻ്റ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ കാണാം പ്രിൻ്റ് എന്നുള്ള സെറ്റിങ്സ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിഫോൾട്ട് പ്രിൻ്റ് സർവീസ് എന്ന ഭാഗത്ത് ഓൺ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ പ്രിൻ്ററുമായി കണക്ട് ചെയ്യാൻ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഓരോ സമയം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും പ്രിൻ്റർ നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള മെഷീൻ ഏതെങ്കിലും തൊട്ടടുത്തുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യം ഉണ്ടാകില്ല. വെറുതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറയാൻ വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ബാറ്ററിയും പെട്ടെന്ന് തീർക്കും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർക്കാൻ ഈ മൂന്ന് സെറ്റിങ്സും കാരണമാകും. കാരണം ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ എബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ആ എബൌട്ട് ഫോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഓപ്പോ മൊബൈൽ ഫോണാണ്. ഇവിടെ വേർഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ വേർഷൻ എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ബിൽഡ് നമ്പർ എന്ന് ചിലപ്പം ബിൽഡ് നമ്പർ എന്ന് കാണും. ചില ഫോണിനകത്ത് MIUI വേർഷൻ എന്ന് കാണും. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് MIUI വേർഷൻ എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിൽഡ് നമ്പർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ നമ്പർ എന്നാണ് കാണുന്നത്. അതിനകത്ത് 7 തവണ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും. സ്ക്രീൻ ലോക്ക്, ആ സ്ക്രീൻ ലോക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ തന്നെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 7 തവണ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയത് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ 7 തവണ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെറ്റിങ്സ് ഓൺ ആയി വരിക. അതിനുശേഷം നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. കുറേ അധികം താഴെ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിൻഡോ ആനിമേഷൻ സ്കെയിലെന്നും ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിലെന്നും ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ള 3 സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇതിനകത്ത് വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 1:1 അല്ലെങ്കിൽ 1.5 കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന
ആനിമേഷൻ ഓഫ് എന്നുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ട്രാൻസിഷൻ ആനിമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ ഓഫ് എന്നുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ സെറ്റിങ്സ് ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻ ഓഫ് എന്നുള്ള ഭാഗത്ത് സെലക്ട് കൊടുക്കുക. ഈ 3 സെറ്റിങ്സ് കൂടെ നമ്മളൊന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോൺ നല്ല സ്പീഡിൽ, സാധാരണ നിന്ന് കുറച്ചധികം സ്പീഡ് നിങ്ങൾക്ക് ഫോണിന് കിട്ടുന്നത് കാണാൻ സാധിക്കും. നിങ്ങളോരോ ആപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.